വെൽക്കം ടു ഡേ 1 ഓഫ് മിത്ത് ബ്രേക്കിംഗ്. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മുതൽ തന്നെ നമ്മൾ സൈഡ് വൈസ് സ്ലീപ്പ് ആക്കണം എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഏർലി പ്രഗ്നൻസിയിൽ നമ്മൾ ഏത് പൊസിഷനിലോ ഏത് സൈഡിലോ കിടന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ 6 മാസത്തിന് ശേഷം ഇത് കുഞ്ഞിനും അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതിനുകൊണ്ട് നമ്മൾ സൈഡ് വൈസുള്ള സ്ലീപ്പാണ് അഡ്വൈസ് ചെയ്യുന്നത്. മലർന്ന് കിടക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ യൂട്രസ് വളർന്ന് വലുതായി അതിലൊരു ബേബി ഉള്ളത് കൊണ്ട് നമ്മൾ മലർന്ന് കിടക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്കുള്ള ലാർജ് വെസൽസിനൊക്കെ കംപ്രഷൻ വന്ന് നമ്മുടെ രക്തം ഹാർട്ടിലേക്ക് പോകുന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മദേഴ്സിന് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് മലർന്ന് കിടക്കൽ ഒഴിവാക്കി സൈഡ് വൈസ് കിടക്കണം എന്ന് ഉപദേശിക്കുന്നത്. ഏത് സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഉത്തമം? നമ്മുടെ യൂട്രസ് പൊതുവെ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെരിവുള്ളതിനാണ് ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഉത്തമം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ എണീറ്റിരുന്നിട്ട് വേണം ചെരിഞ്ഞ് കിടക്കാൻ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞിന് അംബിലിക്കൽ കോഡ് കുഞ്ഞിൻ്റെ കഴുത്തിൽ ചുറ്റാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ലെഫ്റ്റിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് മലർന്ന് കിടന്നതിന് ശേഷം നമുക്ക് റൈറ്റിലോട്ട് ചെരിഞ്ഞ് കിടക്കാവുന്നതാണ്.